നമസ്കാരം. ഐറൻ പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കളും അഥവാ കുടുംബങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യം പരിശോധന ആരംഭിക്കാൻ പോവുകയാണ്. 1600 രൂപ മാത്രമേ പെൻഷൻ ലഭിക്കുന്നു. അല്ലാത്തവർക്ക് ഇനി ആരൊക്കെ പുറത്താവും എന്നെല്ലാം മാനദണ്ഡങ്ങളാണ് സർക്കാർ ഇതിൻ്റെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. ഇതിൻ്റെ പരിശോധനകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത്. ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും നൽകുന്നവർക്ക് 1600 രൂപയാണ് ഇപ്പോൾ സർക്കാർ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 5 മാസത്തെ കുടിശ്ശികയുണ്ടെങ്കിൽ പോലും ഇപ്പോൾ അടുത്തിടെയായി എല്ലാ പെൻഷനുകളും കൊടുക്കുകയാണ്. 62 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾക്ക് പെൻഷൻ കൊടുക്കാൻ മാത്രം 900 കോടി രൂപയാണ് ഓരോ മാസവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പെൻഷന് വേണ്ടി ചിലവ് വരുന്നത്. മുമ്പ് ഉണ്ടായിരുന്ന പെൻഷൻ ആളുകളേക്കാൾ ഇരട്ടി ആളുകളാണ് ഇപ്പോൾ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് അർഹതയുള്ളവരും ഇല്ലാത്തവരും വാങ്ങുന്നുണ്ട് എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ശ്രദ്ധയിൽപ്പെട്ട പല സ്ഥാപനങ്ങളും പരാതി കെട്ടിക്കിടക്കുന്നു. ഇതൊന്നും അന്വേഷിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഇതിൻ്റെ പിന്നിലുള്ള പരാതി വന്നിട്ടുള്ള വീടുകളിൽ ആദ്യഘട്ടവും ഇത്രയും മാനദണ്ഡങ്ങളാണ് നോക്കുന്നത്. 2000-ന് മുകളിൽ വീടുള്ള സ്ക്വയർ ഫീറ്റുള്ള വീടുകൾക്കാണെങ്കിൽ പെൻഷൻ ഗുണഭോക്താക്കൾ താമസിക്കുന്നു എങ്കിൽ അവർക്കിനി ഗുണഭോക്താക്കളുടെ പെൻഷൻ ലഭിക്കത്തില്ല. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, വീട്ടിൽ നിന്ന് AC ഉള്ളവരാണെങ്കിൽ അവർക്കും ഇനി പെൻഷൻ ലഭിക്കത്തില്ല. അതുപോലെ തന്നെ പെൻഷൻ ഗുണഭോക്താക്കളുടെ വീട്ടിൽ വാഹനം അഥവാ 4-വീൽ വാഹനം ഉണ്ടെങ്കിൽ അവർക്കും ഇനി പെൻഷൻ ലഭിക്കത്തില്ല. ഇത്രയും കണ്ടീഷനുള്ള വീടുകൾക്ക് ഇനി ആളുകൾക്ക് പെൻഷൻ ലഭിക്കുകയില്ല. അതുപോലെ തന്നെ ഈ പരാതി വന്ന ആളുകൾക്കാണ് ആദ്യം അവരുടെ വീടുകളാണ് ചെക്ക് ചെയ്യുന്നത്. എന്നിട്ടാവും അടുത്ത നടപടിക്രമങ്ങൾ നടത്തുന്നത്. അതുപോലെ തന്നെ ഇനി അടുത്ത 60 വയസ്സിന് ശേഷം വരുന്ന ഗുണഭോക്താക്കൾക്ക് അവർക്കും ഇനി പെൻഷൻ ലഭിക്കുകയില്ല. വളരെയധികം ചെക്ക് ചെയ്ത ഉദ്യോഗസ്ഥന്മാർ വന്നിട്ടാണ് ഇങ്ങനെയൊക്കെ പെൻഷൻ ലഭിക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് ഇനി ലഭിക്കുകയില്ല. ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് പെൻഷൻ ലഭിക്കുകയില്ല. അതുപോലെ തന്നെ നമുക്കും അറിയുന്നത് പോലെ തന്നെ ആർക്കെങ്കിലും ഇതുപോലെ പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് രഹസ്യമായി പ്രത്യേകിച്ച് സ്ഥാപനങ്ങളിൽ പോയി നമുക്ക് പരാതി നൽകാനുള്ള അവസരം കൂടിയുണ്ട്. അത് രഹസ്യമായിരിക്കും.